ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അരിയുണ്ടയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അരിയുണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ചോറിൻ്റെ വെള്ളമൊക്കെ കളയുന്നത് പോലെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ടൺ തുണിയിലിട്ടിട്ടും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് അടികട്ടിയുള്ളൊരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് ഫുള്ളായിട്ട് ഇതിൽ പോവില്ല. അപ്പോൾ 2 തവണയായിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. പകുതി ഭാഗം ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഗോൾഡൻ കളറായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അരിയൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റാം. കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ഈ ടൈമിൽ ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള അരി കൂടി ഇതുപോലെ വറുത്തെടുക്കാം. ഇപ്പോൾ മുഴുവൻ അരിയും ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 6 ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും വറുത്ത് വെച്ച അരി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ പൊടിക്കുന്ന ജാറുണ്ടല്ലോ, കുഞ്ഞു ജാറ്, അതിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ഒറ്റ തവണ പൊടിക്കാനാവില്ല. അപ്പോൾ 2-3 തവണയായിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. ഞാൻ 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 250 ml കപ്പിന് 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് പൊടിച്ചെടുത്ത അരിയുടെ കൂട്ടത്തിൽ നമ്മൾ ഒരു തേങ്ങ ചിരകിയത് കൂടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതുപോലെ ബാക്കിയുള്ള തേങ്ങയും ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ചിരകിയ തേങ്ങ ഡയറക്റ്റായിട്ടും പൊടിച്ച അരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് കൂടുതൽ ബെറ്ററായിട്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിരിക്കുന്നത്. ശേഷം നമുക്ക് കൈവച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ ചേർക്കാതെ പൊടിച്ചെടുത്ത അരിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഈ തേങ്ങയായിട്ട് നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബൗൾ നന്നായിട്ട് നിറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇവ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അതുപോലെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഏലക്കപ്പൊടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ഒരു അരിപ്പയിലൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലെന്തെങ്കിലും കല്ലോ മണലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇതിൻ്റെ 1/4 ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ശർക്കര ഇളം ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ, കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്, ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈവച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത്ര വലുപ്പത്തിൽ ഇതൊന്ന് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണോ അതിനനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയെടുക്കാം. ഇത് വൈകിട്ടൊരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ്.
ഇത് ഒരു പഴയകാല റെസിപ്പിയാണ്. പണ്ടുള്ളവരൊക്കെ ഇതുപോലെ ഉള്ള പിന്നെ അരിയുണ്ടയും അതുപോലെ തരിയുണ്ട ഇതൊക്കെയാണ് സ്നാക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മുഴുവൻ അരിയും ഞാൻ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ വെരി ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അതുപോലെ ചെറിയ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.